ഹൈ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ഡിഗ്രി വിദ്യാർത്ഥികളും പല സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരെങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, കോച്ചിങ്ങിന് പോകണോ അല്ലെങ്കിൽ സെൽഫായിട്ടാണോ പഠിക്കേണ്ടത്, അത്തരത്തിലുള്ള ധാരാളം സംശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് അത്തരത്തിൽ ഡിഗ്രി വിദ്യാർത്ഥികൾ അഥവാ കോളേജ് വിദ്യാർത്ഥികൾ, മറ്റുള്ള PG പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും അതുപോലെ തന്നെ സ്കൂൾ പഠിക്കുന്ന +2, +1 ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ അവരൊക്കെ എങ്ങനെയാണ് സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ഇയറിലും അവർ പഠിക്കണം, അതുപോലെ തന്നെ ഏതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നത് ഒരു മോഡലാണ്. അപ്പം ഇത് പൂർണ്ണമായിട്ടും കേൾക്കുക, എന്നിട്ട് നിങ്ങളുടേതായ നിങ്ങൾക്ക് പറ്റിയ സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, ചില ചെറിയ മാറ്റങ്ങൾ ഇതിൽ വരുത്തിക്കൊണ്ട് ഇതെന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ ഓരോ സമയത്ത് ഓരോ ആളുകൾ പറയുമ്പോൾ അങ്ങനെ മാറ്റിയിരിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മളൊരു മെൻറ്ററിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ മെൻറ്ററിങ് പ്രോഗ്രാം ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഇനി സെൽഫായിട്ട് പഠിക്കുന്നവരെയൊക്കെ വളരെയധികം സഹായിക്കുന്ന തരത്തിലുള്ള ഒരു മെൻറ്ററിങ് പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിൽ ചേരണം താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു വർഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മെൻറ്ററിങ് ഗൈഡൻസ് തരുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഡിഗ്രി വിദ്യാർത്ഥി കോളേജ് വിദ്യാർത്ഥികൾ എങ്ങനെ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് 3 വർഷമാണ് നമ്മൾ മുന്നിൽ കിട്ടുന്നത്. ഓക്കെ, 3 വർഷത്തിൽ നിങ്ങൾ ഏത് വർഷം മുതലാണ് നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മാറ്റങ്ങൾ വരുത്തണം. അതിൽ ഫസ്റ്റ് ഇയർ മുതലാണ് ഒരു വിദ്യാർത്ഥി പഠിക്കുന്നതെങ്കിൽ ഇനി അതിന് മുന്നുള്ള ആളുകൾക്കും ഈ ഫസ്റ്റ് ഇയർ മുതൽ എങ്ങനെ ഫോളോ ചെയ്യുന്ന ആ രീതിയെ ഫോളോ ചെയ്താൽ മതി. ഓരോ കാര്യങ്ങളും ഓരോ ഇയറിലും നമ്മൾ പ്രത്യേകം ചില ഫോക്കസ് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിന് മുന്നേ ആയിട്ട് ഏത് ഇയറിൽ തുടങ്ങുന്ന ആളുകളാണെങ്കിലും ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും തുടക്കം മുതലേ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്താണ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അഥവാ ഹിന്ദു വായിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്, ബെസ്റ്റ് പേപ്പർ. ഇനി അതല്ല നിങ്ങളുടെ നാട്ടിൽ മലയാളം പേപ്പർ തന്നെ കിട്ടുമെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, മലയാളം പേപ്പർ എന്ത് ചെയ്യുക, വായിക്കുക. ഏതെങ്കിലും ഒരു പത്രം അല്ലെങ്കിൽ 1-2 പേപ്പേഴ്സ് എന്ത് ചെയ്യുക, നിരന്തരമായിട്ട് ഫോളോ ചെയ്യുക. അതിന് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയാണ്. അപ്പോൾ അത് ഫസ്റ്റ് മുതൽ എന്ത് ചെയ്യണം, എല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ് കറണ്ട് അഫയേഴ്സ്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇയർ മുതൽ നമ്മൾ UPSC ലെവലിലാണോ നമ്മൾ വായിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു അനാലിസിസ് എന്ത് ചെയ്യാൻ പറ്റും. ഡെയിലി ഏതെങ്കിലുമൊക്കെ ബൈജൂസൊക്കെ നല്ല ഡെയിലി അനാലിസിസ് ഇടുന്നുണ്ട് ഹിന്ദു പേപ്പർ ബന്ധപ്പെട്ട്, അത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എല്ലാ വർഷത്തിലും എപ്പം മുതൽ തുടങ്ങിയാലും സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കറണ്ട് അഫയേഴ്സ് അഥവാ ഹിന്ദു ന്യൂസ് പേപ്പർ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മന്ത്ലി മാഗസിൻ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ സെക്കൻഡ് ഇയർ മുതലായാലും പ്രശ്നമില്ല. ഓക്കെ, അതാണ് ഒന്നാമതായിട്ട് എല്ലാവരും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എല്ലാവരും ഏത് ഇയറിലായാലും തുടങ്ങിയല്ലേ, +2 കാരൊന്നും വേണമെന്നില്ല, എല്ലാത്തവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം ഒന്ന് സിലബസ് എടുത്ത് നോക്കണം എന്നുള്ളതാണ്. സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. സിലബസ് എടുത്ത് നല്ല രീതിയിൽ 1, 2, 3, 4 എത്ര പ്രാവശ്യങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ ഒന്ന് വായിച്ച് വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ കൂടെ തന്നെ സിലബസ് അനലൈസ് ചെയ്യുന്ന പല വീഡിയോസും പല ആളുകളും ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു വീഡിയോസ് എന്ത് ചെയ്യുക, അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് സിലബസ് എങ്ങനെയാണ് ചോദിക്കുന്നത്, ഏതൊക്കെ ഏരിയ എന്ന് ചോദ്യങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്നുള്ള എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക എന്നുള്ള എല്ലാവരും ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ ഇനി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഇയറിലാണ് തുടങ്ങുന്നതെങ്കിൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇയറിൽ നമ്മൾ 3 വർഷമാണ് മുന്നിലുള്ളത്. 3-ാം വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടത് ഞാൻ പറഞ്ഞ 2 കറണ്ട് അഫയേഴ്സിൻ്റെയും സിലബസിൻ്റെയും കൂടെ ചെയ്തെടുക്കാൻ പറ്റുന്നത് NCERT എന്നുള്ളതാണ്. ഓക്കെ, ഏതൊക്കെ NCERT വായിക്കണം എന്നുള്ള വിശദമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്രയും 6 മുതൽ +2 വരെയുള്ള നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട NCERT മാത്രം എന്ത് ചെയ്യുക, ഒരു വർഷം കൊണ്ട് തീർക്കാം. ഓക്കെ, ഒരു വർഷം കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ റീഡിങ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ് കഴിഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ നോട്ട് മേക്കിങ്ങും അതിൻ്റെ റിവിഷനും പറ്റുമെങ്കിൽ NCERT ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പല ആളുകളും ക്വസ്റ്റ്യൻസ് MCQs ഇടുന്നുണ്ട്, അതുപോലെ തന്നെ ആൻസർ റൈറ്റിങ്ങുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്തുകൊണ്ട് NCERT എന്ത് ചെയ്യുക, ഒരു വർഷം കൊണ്ട് നല്ല തറവാക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത് വളരെയധികം എന്ത് ചെയ്യും, അടുത്ത പിറ്റത്തെ വർഷത്തേക്ക് എന്ത് ചെയ്യും, നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വർഷം നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട NCERT മാത്രമാണ്. വേറെ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, ഫസ്റ്റ് വർഷം മുതൽ പഠിക്കണമെന്നില്ല. കാരണം നമുക്ക് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഗ്രി കോഴ്സ് അതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ പഠനം ഒരിക്കലും മോശമാകാൻ പാടില്ല. കാരണം ഡിഗ്രി പാസ്സാവാതെ ഒരിക്കലും ഇത് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ
NCERT ഫസ്റ്റ് ഇയർ ഫോളോ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡ് ഇയറിൽ ഇനി ഫസ്റ്റ് ഇയറിൻ്റെ കൂടെ ഫൗണ്ടേഷൻ കോഴ്സൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട് സൺഡേസിലോ വീക്കെൻഡ്സിലൊക്കെ എന്ത് ചെയ്യുക ഫൗണ്ടേഷൻ കോഴ്സുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ എന്താവുന്നതാണ്, ചേരാവുന്നതാണ്. ഓക്കെ. പിന്നെ സെക്കൻഡ് ഇയർ മുതൽ ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡ് ഇയർ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച് വെച്ചാൽ ഓൾറെഡി ഞാൻ ഫസ്റ്റ് മുതലേ തുടങ്ങണമെന്ന് പറഞ്ഞ് കറണ്ട് അഫയേഴ്സും സിലബസും ഒക്കെ ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച് വെച്ച് NCERT റിവിഷൻ ചെയ്യണം. ഓക്കെ. ഓരോ ഫേസിൽ പഠിക്കുന്ന അടുത്ത ഫേസിലേക്ക് എന്ത് ചെയ്യണം, മറന്നു പോകാൻ പാടില്ല, അടുത്ത ഫേസിൽ റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ സെക്കൻഡ് ഫേസിൽ NCERT റിവിഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നുള്ളത്, ഒരു കോച്ചിങ്ങിന് ഒരു വീക്കെൻഡ് ആണെങ്കിലും കോച്ചിങ്ങിന് പോയി തുടങ്ങുക എന്നുള്ളതാണ്. കോച്ചിങ്ങിന് പോയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, പോവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, കറക്റ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യും, ആ ഒരു ഏതൊക്കെ ഏരിയകളാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് പറഞ്ഞു തരും. സിലബസ് മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയാണ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, കോച്ചിങ്ങിന് ഒരു വീക്കെൻഡ് കോച്ചിങ്ങിന് പോയിക്കൊണ്ട് എന്ത് ചെയ്യുക, ആ സിലബസ് ഫുള്ള് കവർ ചെയ്യുക. എല്ലാം നിൻ്റെ സെൽഫ് സ്റ്റഡി ആയിട്ട് എന്ത് ചെയ്യുക, സിലബസ് മൊത്തം കവർ ചെയ്യുന്ന മെയിൻസ് പ്രിപ്പറേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് മെയിൻസ് പ്രിപ്പറേഷനാണ്. ഇതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നിങ്ങളെ കോഴ്സ് ഡിഗ്രിക്ക് ഒരിക്കലും മോശമായി പോകാൻ പാടില്ല എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, മെയിൻസ് പ്രിപ്പറേഷൻ 1 വർഷം കൊണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ച് വെച്ച NCERT നിങ്ങളെ നന്നായിട്ട് ഗുണം ചെയ്യും. അഥവാ സ്റ്റാൻഡേർഡ് ബുക്കുകളൊക്കെ നമ്മൾ ഈ സെക്കൻഡ് ഇയറിൽ കവർ ചെയ്യുമ്പോൾ പിന്നെ ഓപ്ഷണൽ പഠനം സെക്കൻഡ് ഇയറിൽ തുടങ്ങണമെന്നില്ല. ഓക്കെ. മെയിൻസ് പഠനം മാത്രമാണ്, മെയിൻസ് ഓപ്ഷണൽ ഒഴികെയുള്ള മെയിൻസ് പഠനം മാത്രമാണ് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടത്. പിന്നെ തേർഡ് ഇയറിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളിലൊക്കെ റിവിഷനും പ്ലസ് ഓപ്ഷണൽ സബ്ജക്റ്റാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തേർഡ് ഇയർ ഒരു 3-4 മാസം മതിയാവും ഓപ്ഷണൽ സബ്ജക്റ്റ് തീർക്കാൻ. തേർഡ് ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ പഠിച്ച് സെക്കൻഡ് ഇയറിലൊക്കെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന NCERT എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്ത് തുടങ്ങുക, വീണ്ടും റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി മെയിൻസ് പഠിച്ച് വെച്ച കാര്യങ്ങളുടെ റിവിഷൻ. ഓക്കെ. ഇനി ആരെങ്കിലും മെയിൻസ് പഠനം സെക്കൻഡ് ഇയറിൽ തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റും, ഈ സമയം ഉപയോഗിക്കാൻ പറ്റും. ഈ തീർന്നു കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്യുക, ഈ തേർഡ് ഇയർ ആകുമ്പോൾ ഈ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് 3ൻ്റെ കൂടെ ഓപ്ഷണൽ പഠനം ഞാൻ പുതിയതായിട്ട് പറഞ്ഞു. ഓപ്ഷണൽ പഠനം അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് 2 ടെസ്റ്റ് സീരീസ് ആണ്. ഒന്ന് പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ടെസ്റ്റ് സീരീസ് അത് അടുത്ത പ്രിലിംസ് നിങ്ങൾക്ക് എഴുതാനുള്ള പ്രിലിംസ് ആയിരിക്കും, ഈ തേർഡ് ഇയറിൻ്റെ അവസാനം വരുന്ന പ്രിലിംസ്. അപ്പോൾ ആ പ്രിലിംസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഒന്ന് മെയിൻസ് പഠനം അവസാനിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പ്രിലിംസിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ടാവും, മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസ് കഴിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസും കഴിഞ്ഞ് എന്ത് ചെയ്യുക, നേരിട്ട് പ്രിലിംസ് പോയിട്ട് എഴുതുക. ഏകദേശം ജൂൺ മാസത്തിലൊക്കെയാണ് ഉണ്ടാവുക. കഴിഞ്ഞ അടുത്ത വർഷം ജൂൺ മാസമാണ്. എല്ലാ വർഷവും കൂടുതൽ സമയത്തും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ സമയത്തൊക്കെ എന്ത് ചെയ്യും, എക്സാം വരും. അതിലോട്ട് പോയി എക്സാം എഴുതി പ്രിലിംസ് പാസ്സായതിനു ശേഷം ഓൾറെഡി നമ്മളൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ മെയിൻസിന് ആവശ്യമുള്ളത് അതൊക്കെ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് ഓപ്ഷണൽ പഠനത്തിൻ്റെ റിവിഷൻ നടത്തണം. അതുപോലെ തന്നെ ഓപ്ഷണൽ പഠനത്തിൻ്റെ എന്ത് ചെയ്യണം, ഒരു ടെസ്റ്റ് സീരീസ് ചേരേണ്ടത് ഈ സമയത്താണ്. ഇനി പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ മുന്നേ പ്രിലിംസിൻ്റെ മുന്നേയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ ടെസ്റ്റ് സീരീസും ചേരാവുന്നതാണ്. അതുപോലെ തന്നെ മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസും ചേരുക. നമ്മൾ പിന്നെ പഠിച്ചു വെച്ച കാര്യങ്ങൾ മൊത്തം റിവിഷൻ ചെയ്തുകൊണ്ട് ഇൻറ്റൻസീവായിട്ട് ടെസ്റ്റ് സീരീസിന് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പഠനമാണ്. പിന്നെ വരുന്ന 3 മാസം മെയിൻസിന് മുന്നേ ആയിട്ടുള്ളത്. പിന്നെ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മെയിൻസ് ചെയ്താൽ പിന്നെ നമുക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രത്യേകിച്ച് എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട. പിന്നെ വരുന്ന 2 മാസം അല്ലെങ്കിൽ 3 മാസമാണ്. അതോടുകൂടി ഇൻ്റർവ്യൂയോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 3 വർഷത്തെ 3 ഇയർ പ്ലാനോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും, സിവിൽ സർവീസ് ഒരു 21st അല്ലെങ്കിൽ 22ാമത്തെ വയസ്സിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സുഖസുന്ദരമായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഇത് നല്ല രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ. അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ എന്തായാലും കവർ ചെയ്യാൻ പറ്റും. ഇനി സെൽഫ് സ്റ്റഡിയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ സെക്കൻഡ് ഇയറിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക നല്ലതാണ്. ഇനി സെക്കൻഡ് ഇയറിൽ പറ്റാതെ തേർഡ് ഇയറിലും പോയി പഠിക്കാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാത്ത ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ സിലബസും എടുത്തുകൊണ്ട് നമ്മൾ വ്യക്തമായ രീതിയിൽ എന്ത് ചെയ്യണം, അത് കവർ ചെയ്യുന്നുണ്ടുള്ള കാര്യം ഒരിക്കലും വിട്ടുപോകരുത്. നമ്മളുടെ ഇഷ്ടത്തിന് കുറേ പഠിച്ച് തീർക്കാമെന്നുള്ളതിലപ്പുറം UPSCയുടെ ആവശ്യത്തിനനുസരിച്ച്, ഡിമാൻഡ് അനുസരിച്ച് എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ടും നിങ്ങൾക്കിത് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും നേടിയാൻ പറ്റട്ടെ, അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വല്ല സംശയങ്ങൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ സംശയങ്ങളും ഞാൻ എന്ത് ചെയ്യും, മറുപടി നൽകും. അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ചോദിക്കുന്ന സംശയങ്ങൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അടുത്തുള്ളൊരു വീഡിയോ ആക്കിയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്കിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം.